മാർട്ടിൻ ജോർജ് കണ്ണൂർ DCC പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാർട്ടിൻ, രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് കുടുംബം. അതിലൊന്ന്, അസ്വാഭാവികമായിട്ടുള്ള ഒരു തിടുക്കം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിനകത്തൊക്കെ തന്നെ വീഴ്ച വന്നിട്ടുണ്ട്. ദുരൂഹമായ ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഒരു കണ്ടെത്തലും നടത്തിയിട്ടില്ല. അന്വേഷണം നിലയ്ക്കുന്ന ഒരു ഘട്ടമാണ് വന്നിട്ടുള്ളത് എന്നുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഹർജിയിൽ ഉന്നയിച്ചത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായി അട്ടിമറിക്കപ്പെടുകയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത് രാഷ്ട്രീയ പ്രേരിതമായി അട്ടിമറിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിന്റെ തുടക്കം തന്നെ ദുരൂഹതകൾ നിറഞ്ഞതല്ലേ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ഫസ്റ്റിലെ ചുമതലപ്പെടുത്തിയത്? ഒരു CIനെ. ഒരു IAS ഓഫീസറും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പ്രതികളായിട്ട് വരുന്ന, അവരൊക്കെ സംശയത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം കേസുകൾ അന്വേഷിക്കാൻ ആരെ ചുമതലപ്പെടുത്തി? അതിനകത്ത് തന്നെ പല ദുരൂഹതകളില്ലേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളക്ടറേറ്റിൽ വിവരാവകാശം ത്രൂ കൊടുത്ത ഇതില് ഒരു പരാതിയും നവീൻ ബാബുവിനെതിരെ കൊടുത്തിട്ടില്ല എന്ന് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, രണ്ടൊപ്പം ആർക്കെങ്കിലും ഉണ്ടാവും? അപ്പൊ അങ്ങനെ ഒരു പരാതി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ പരാതി ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആ പരാതിയുടെ കോപ്പികൾ നമ്മളെല്ലാവരും കണ്ടതാണ്. വിജിലൻസിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടിട്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് വെറുതെ ഇല്ലാത്ത കഥകൾ അന്നുണ്ടാക്കി. പിന്നെ ഈ രക്തക്കറ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുള്ള ഒരു കേസാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് നവീൻ ബാബു എന്ന് പറയുന്നത് ഒരു AGM ആണ്. അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ അത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് തേച്ചു മാറ്റി കളയാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇതിന് പിന്നില് ഒരു ദിവ്യ മാത്രമല്ല, ദിവ്യവുമായി ചുറ്റപ്പെട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആരാണ് ഈ പരാതി തയ്യാറാക്കിയത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസല്ലേ. അപ്പോൾ ഇത്തരം കേസുകളൊന്നും കൃത്യമായി അന്വേഷിക്കാതെയാണ് ഈ കേസിന്റെ തുടക്കം മുതലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ദുരൂഹത നിറയുകയും ഇത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മാർട്ടിൻ ജോർജ് DCC പ്രസിഡന്റ് കണ്ണൂർ, അദ്ദേഹമാണ് പ്രതികരിച്ചത്.